ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബുധനാഴ്ച, ഈ മാസത്തെ 29-ാമത്തെ ദിവസം. ഈ വർഷം ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ 119-ാമത്തെ ദിവസമാണ്. ഉയർപ്പിന് ശേഷം 25-ാമത്തെ ദിവസമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്നത്തെ ചിന്താവിഷയം എന്നത് നമ്മുടെ ദൈവം കരുണയുള്ള യജമാനൻ. നമ്മുടെ ദൈവം കരുണയുള്ള യജമാനൻ. ഇന്ന് 490-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 23 മുതൽ ഉള്ള വേദഭാഗം ആണ്. 35 വരെ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വീട്ടുവാൻ വകയില്ലാത്തവനായികയാൽ അവന്റെ യജമാനൻ അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലതും തന്നു തീർത്ത് കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ദൈവ സ്വഭാവത്തെ അതിമനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു ഉപമയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. തന്നെ നമസ്കരിച്ചു തന്നോട് കേണപേക്ഷിക്കുന്ന ദാസനും മുഴുവനും കടം ഇളച്ചു കൊടുക്കുന്ന കരുണയുള്ള യജമാനനെയാണ് ക്രിസ്തു ഇവിടെ വരച്ചു കാണിക്കുന്നത്. കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് 6-ാം അധ്യായം 12-ാം വാക്യത്തിലും പറയുന്നുണ്ട്. എന്നീ തിരുവചനങ്ങളുടെ അർത്ഥം അവയുടെ ആഴത്തിലും പരപ്പിലും വ്യക്തമാക്കി ഈ ഉപമയിൽ കൂടി കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. കരുണയുള്ള യജമാനന്റെ കൃപ ലഭിച്ച ദാസൻ പക്ഷേ പിന്നീട് തന്റെ കൂട്ടുദാസനോട് കാണിക്കുന്ന അപരാധം കൂടി ഈ ഉപമയിൽ കാണുന്നുണ്ട്. തനിക്ക് വെറും 100 വെള്ളിക്കാശ് മാത്രം കടപ്പെട്ട കൂട്ടുകാരനെ അവൻ തൊണ്ടയ്ക്ക് ഞെക്കി, എന്റെ കടം ഉടൻ തീർക്കുക എന്ന് പറഞ്ഞു. അവൻ, നീ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർത്തുകൊള്ളാം എന്ന് കരഞ്ഞപേക്ഷിച്ചു. പക്ഷെ ദാസന് മനസ്സിലുണ്ടായില്ല. അവനെ തടവിലാക്കുവാൻ ഏൽപ്പിച്ചു. ആ വിവരം എല്ലാം അറിഞ്ഞ യജമാനൻ അത്യന്തം കോപിച്ചു. ദാസനെ വിളിച്ചു വരുത്തി നിർദ്ധനായ അവന്റെ കടമൊക്കെയും തീരുവോളം ദണ്ഡിപ്പിക്കേണ്ടതിന് വേണ്ടി ഭൃത്യന്മാരെ ഏൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരും ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവരുമായ വിശ്വാസികൾ മറ്റുള്ളവരോടുള്ള തങ്ങളുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്ന ക്രൂരതയും പെരുമാറ്റക്കേടുമാണ് ഇവിടെ കാണുന്നത്. ദൈവകൃപയിൽ വളരുന്നവർ സമസൃഷ്ടികളോട് കരുണയും ദയയും കാണിക്കുന്നവരായിരിക്കുവാൻ ക്രിസ്തു ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദികേട് കാണിക്കുന്ന ദാസനെ നിത്യദണ്ഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ന്യായവിധിയും ഇവിടെ വ്യക്തമാകുന്നു. മനുഷ്യർ പരസ്പരം തങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതിനെ പറ്റി യേശു വിശദീകരിച്ചു കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ഉപമ ആരംഭിക്കുന്നത്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ പോയി ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ പത്രോസ്, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് 7 പ്രാവശ്യമോ എന്ന് ചോദിച്ചു. പത്രോസിന്റെ ചോദ്യത്തിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. ബാബിലോണിയൻ തൽമൂദിൽ തെറ്റ് ചെയ്യുന്നവനോട് 3 പ്രാവശ്യം ക്ഷമിക്കുവാൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതിനാൽ 3 പ്രാവശ്യം ക്ഷമിക്കുക എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു സുകൃതമായി യഹൂദന്മാർ കരുതി വന്നു. യേശുവിന്റെ ഔദാര്യം മുൻകൂട്ടി കണ്ട് സ്വതവേ എടുത്തുചാട്ടക്കാരനായ പത്രോസ് അത് 7 ആക്കി വർദ്ധിപ്പിച്ചു. ഗുരുവിന്റെ പ്രശംസ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നു.
സെമിസ്റ്റിക് പാരമ്പര്യത്തിൽ 7 പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയുമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ ക്രിസ്തുവിന്റെ മറുപടി തികച്ചും ആശ്ചര്യജനകമായിരുന്നു. 7 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തികച്ചും സ്തബ്ധരായി പോയി. സ്വർഗരാജ്യത്തിലെ കണക്കുകൾ ഭൂമിയിലുള്ളവർക്ക് ദുർഗ്രാഹ്യവും വിചിത്രവുമായി തോന്നാറുണ്ടല്ലോ. 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും വന്നവർക്ക് രാവിലെ കൃത്യസമയത്ത് വന്നവരോടൊപ്പം ഒരേ കൂലി കൊടുക്കുന്ന കണക്കാണ് സ്വർഗരാജ്യത്തിൻ്റെത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 11-ാം മണിക്കൂറിന്റെ ആസ്തമന വേളയിൽ പശ്ചാത്തലവിവശനായി തന്നെ വിളിച്ചപേക്ഷിച്ച കള്ളനെ മുൻവിധികളൊന്നുമില്ലാതെ പറുദീസയിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്ന കണക്കാണ് അവിടുത്തേത്. മുമ്പന്മാർ പിൻപന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്ന രഹസ്യങ്ങളാണ് സ്വർഗരാജ്യത്തിൻ്റെത്. 7 70 വട്ടമെന്ന് കർത്താവ് പറയുന്നത് കൃത്യമായ ഒരു സംഖ്യയെ സൂചിപ്പിച്ചുകൊണ്ടല്ല, അനന്തമായി ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അളവില്ലാത്ത കാരുണ്യമാണ് ഇവിടെ യേശു വെളിപ്പെടുത്തുന്നത്. ഇവിടെ സംഖ്യകളും ലാഭനഷ്ടങ്ങൾ കണക്കുകളുമില്ല. അവിടെ എല്ലാ അക്കങ്ങളും അനന്തമായി ലയിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. ഉപമയിൽ നമ്മെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം രാജാവിന്റെ ഔദാര്യവും സ്നേഹവുമാണ്. സേവകൻ വീണ് നമസ്കരിച്ചപ്പോൾ അവൻ പറഞ്ഞത് എല്ലാ കടവും ഞാൻ വീട്ടിക്കൊള്ളാമെന്നാണ്. അവൻ എത്ര ശ്രമിച്ചാലും 10,000 താലന്ത് വീട്ടുവാനുള്ള കഴിവ് അവന് ഇല്ല എന്ന് ഈ യജമാനന് കൃത്യമായി അറിയാം. പക്ഷെ അവന് സാഷ്ടാംഗ നമസ്കാരവും മാപ്പപേക്ഷയും മാത്രം മതിയായിരുന്നു യജമാനന് അവന്റെ മുഴുവനും കടവും ഇളച്ചു കൊടുക്കുവാൻ. ഇവിടെയും 10,000 താലന്ത് എന്നത് ഒരു കൃത്യമായ ഒരു തുകയോ നാണയ കണക്കോ ആയി എടുക്കേണ്ട, വളരെ വലുതും അവൻ സ്വയം തീർക്കുവാൻ വയ്യാത്തതുമായ ഏറെ ഭാരമേറിയ ഒരു ബാധ്യത എന്ന് മാത്രം കരുതിയാൽ മതി. നമ്മുടെ അകൃത്യങ്ങളും ലംഘനങ്ങളും അതുപോലെ തന്നെ എണ്ണമറ്റവയും ക്ഷമിക്കപ്പെടുവാൻ യോഗ്യമല്ലാത്തവയുമാണല്ലോ. അവന്റെ കരുണാ സമുദ്രത്തിന്റെ വലിപ്പത്തിങ്കൽ നമ്മുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും അവ ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ആയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ കരുണാമയനായ യേശു ക്രിസ്തുവിന്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവനിൽ ശരണപ്പെടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. കർത്താവേ, കള്ളന് തുറന്നു കൊടുത്ത പ്രകാരം നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ. ചുങ്കക്കാരന്റെയും പാപിനിയായ സ്ത്രീയുടെയും അനുതാപത്തെ നീ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെയും നീ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശമോനെ നീ പുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും നീ പരിഹരിക്കണമേ. ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് ഞങ്ങളുടെ കടങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപ പ്രബലപ്പെട്ട് നിന്റെ നീതിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റക്കാരായ ഞങ്ങൾക്ക് മോചനം ലഭിക്കണമേ. നീ കരുണ നിറഞ്ഞവനാകുന്നു. മനസ്സലിവും അനുതാപവും നിനക്ക് സന്തോഷവും മുളവാകുന്നതാണല്ലോ. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആമേൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ യാചനകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പൊറുക്കും. ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി, നമ്മൾക്ക് പുറത്തു കിട്ടുന്ന പാപങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എടുത്തു പറയുവാനുള്ളൂ. ആയതിനാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ മുഴുവനും ആയുസ് ജീവിച്ച് ഈ ജീവിതം സഫലമാക്കി സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാകുവാൻ നമുക്ക് സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.